പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അപ്പോൾ നമ്മുടെ റിവിഷൻ്റെ ഭാഗമായിട്ടുള്ള 3ാം ക്ലാസ്സിലെ 6ാമത്തെ പാഠം ആഡിങ് ആൻഡ് ആഡിങ് എഗെയിൻ, വീണ്ടും വീണ്ടും ആഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളൊരു പാഠമാണ് ഗുണനം. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പാഠമാണ്. എക്സാമ്പിൾ, ഇവിടെ എന്താ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ടോട്ടൽ ഇവിടെ എത്ര ടേബിൾ കാണുന്നുണ്ട്? പേജ് നമ്പർ 77. ഈ 77ൽ ടോട്ടൽ 1 2 3 4 5 6 ടേബിൾ കാണുന്നുണ്ട്. ഓരോ ടേബിളിലും എത്ര ചെയർ ഉണ്ട്? 1 2 3 1 2 3 1 2 3 എല്ലാത്തിലും 3 ചെയർ വീതമുണ്ട്. 6 ടേബിളിന് 3 ചെയർ വീതം കൊടുത്താൽ ടോട്ടൽ എത്ര ചെയർ ഉണ്ടാവും? അങ്ങനെയാണ് ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഇവിടെ 6 ടേബിളിന് ഒരു ടേബിളിന് 3, 6 ടേബിളിന് 3 3 3 വെച്ച് കൊടുത്താലോ 6 ടൈംസ് 3 ആണ് ഉള്ളത് ടോട്ടൽ. ആദ്യത്തെ 3, രണ്ടാമത്തെ 3, മൂന്നാമത്തെ 3, നാലാമത്തെ, അഞ്ചാമത്തെ, ആറാമത്തെ 6 3കൾ ഇവിടെ വരും. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെന്ന് വെച്ചാൽ 3 + 3 + 3 + 3 + 3 + 3 6 ടൈംസ് 3 എഴുതുന്നതാണ് ഇതിൻ്റെ ആൻസർ. 6 തവണ. അപ്പോൾ എത്രയോ? 3 6 3 + 3 6. 6 വീണ്ടും 3 കൂട്ടുമ്പോൾ 9 12 15 18. ആൻസർ 18. അപ്പോൾ ഇത്രയും പ്രാവശ്യം 3 എഴുതുന്നതിന് പകരം നമ്മൾ സിമ്പിളായിട്ടുള്ള ഒരു വേ എഴുതും. അതിനെയാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ 6 തവണ 3 എഴുതുന്നു. അപ്പോൾ 6 × 3. 6 തവണ 3 ആകുമ്പോൾ എത്രയാണ് ആൻസർ? 6 × 3 18. ഒരു 3 3 2 3 6 3 3 9 4 3 12 13 15 6 3 18. നേരെ തിരിച്ച് നമുക്ക് നോക്കാം. 3 × 6 സെയിം ആൻസർ തന്നെ കിട്ടുക. 1 6 2 6 12 3 6 18. അപ്പോൾ ഇത് നമ്മൾ പെട്ടെന്ന് മൈൻഡിൽ കിട്ടുന്നില്ല, അങ്ങനെ കൂട്ടി പോയാൽ മതി. ഇതാണ് ഈ മൾട്ടിപ്ലിക്കേഷൻ. ഈ കാര്യം മനസ്സിലാക്കി എല്ലാം സിമ്പിളായി കിട്ടും. അപ്പോൾ 6 ടേബിളിന് ഓരോ ടേബിളിലും 3 ചെയർ വീതം കൊടുത്തിട്ടുണ്ടെങ്കിൽ ടോട്ടൽ 6 × 3 6 പ്രാവശ്യം 3 ആൻസർ 18. ഓക്കെ. പിന്നെ ഇതിന്ന് ചിലപ്പോൾ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് വരും. ഒരു ടേബിളും കൂടി വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? ഇതിന്ന് 2 ടേബിൾ ഒഴിവാക്കി കഴിഞ്ഞാൽ എത്രയായിരിക്കും? അപ്പോൾ ഈ ആൻസറിന് നമ്മൾ അത്രയും കുറയ്ക്കുക. സിമ്പിളാണ്. ഓക്കെ. ഇവിടെ ഇതാ കുറച്ച് ബലൂൺസ് തന്നിട്ടുണ്ട്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനൊക്കെ വന്നിട്ട് നമ്മൾ ഈ മെത്തേഡ് നോക്കുക. ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ ഇതാ 3 + 3. ഇവിടെ ഒരു 3 ബലൂണ്, ഇവിടെ ഒരു 3 ബലൂണ്. അപ്പോൾ ഇവിടെ 3 + 3 എന്ന് വെച്ചാൽ എത്ര തവണ 3 ഉണ്ട്? ഫസ്റ്റത്തെ 3, രണ്ടാമത്തെ 3, 2 ടൈംസ് 3, 2 ടൈംസ് 3 ഉണ്ട്. അപ്പോൾ അടുത്ത കോളത്തിൽ 2 × 3 = 6. നെക്സ്റ്റ് നമ്മൾ ഒറ്റയ്ക്ക് എഴുതുമ്പോൾ എങ്ങനെ വരിക? ഇവിടെ 3 + 3 + 3. അപ്പോൾ 3 + 3 + 3 എത്ര ടൈംസ് 3 ഉണ്ട്? 3 ടൈംസ് 3. അപ്പോൾ ഇവിടെ എന്താ വരിക? 3 × 3 1 3 3 2 3 6 3 3 9. ഇതിൽ ടോട്ടൽ 9 ആയിരിക്കും ഇവിടെ ആൻസർ. ഈ മോഡലിലൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസൊക്കെ പേരൻസ് അടുത്ത് കുട്ടികളെ ഇരുത്തിയിട്ട് ഇത് എങ്ങനെ മോഡൽ പറഞ്ഞു കൊടുക്കുക? സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ മനസ്സിലാക്കേണ്ടുള്ളൂ. പിന്നെ ഇതേപോലെ ഇതാണ്ടോ ചെടികൾ, നമുക്ക് ഇതാണ്ടോ 4കൾ 5 തവണ വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? 1 2 3 4 5 5 × 4 20. ഇതേപോലുള്ള സിമ്പിളാണ്, എല്ലാം സിമ്പിളാണ്, വളരെ സിമ്പിളാണ്. ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതാ 18 × 4 = പേജ് നമ്പർ 82ൽ ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ഈ 4 ടൈംസ് 18 എഴുതുക. അപ്പോൾ ഇതാ 18 + 18 + 18 + 18 18 × 4. സിമ്പിൾ. നിങ്ങൾ പഠിച്ച ആഡിങ്ങായി ബന്ധപ്പെട്ട ഇത് ആൻസർ കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് ഈ 8 മൊത്തം കൂട്ടും. 8 16 24 32. ഇവിടെ 2 3 ബാലൻസ് 1 2 3 4 കഴിഞ്ഞാൽ ഇത് കൂട്ടുക 5 6 7 72. സിമ്പിളാണ്. ഈ രൂപത്തിൽ നമുക്ക് ആൻസർ വേറെ മോഡലിൽ കണ്ടുപിടിക്കാം. ഓക്കെ. അപ്പോൾ എങ്ങനെയായാലും മെത്തേഡ് ഏത് ഉപയോഗിച്ചാലും ആൻസർ കിട്ടണം. ഓക്കെ. ഇത്തരത്തിലുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇവിടെ 16 ആൻസർ കിട്ടണമെങ്കിൽ അതാ 6 × എത്ര കൂട്ടിയാലും 16 കിട്ടുക? 20 എത്ര തവണ കൂട്ടിയാലും 16 കിട്ടുക? അപ്പോൾ 20 3 തവണ 20 കൂട്ടിയാൽ 6 കിട്ടും. 20 + 20 + 20 0 0 0 2 2 2 2 4 6 = 60. ഈ രൂപത്തിൽ 15 എത്ര തവണ വേണം 60ക്ക്? 2 15 × 30. അപ്പോൾ 2 30 × 60 അല്ലേ? അപ്പോൾ ടോട്ടൽ 2 + 2 4 4 തവണ 15 കൂട്ടിയാൽ 60 കിട്ടും. അപ്പോൾ 4 × 15 60. ഇത്തരത്തിലുള്ള സിമ്പിൾ വളരെ എളുപ്പത്തിലുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഏത് മോഡൽ വന്നാലും ഇതേപോലെ സ്വന്തമായിട്ട് ആൻസർ കണ്ടുപിടിക്കണം. അതിൻ്റെ മെത്തേഡ് മനസ്സിലാക്കിയിട്ട് തിരിച്ചു മറിച്ച് ഗുണനത്തിൻ്റെ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ആൻസർ എഴുതുക. ഓക്കെ.